ഫുൾ ഓൺ തന്നെ പാസ്സാവും നമുക്ക്. 9000 കിലോമീറ്റർ സിംഗിൾ ഓണർ, അത് നമുക്ക് 4x4 ഓട്ടോമാറ്റിക്. 5,75,000. 5,75,000 ഒരു ക്രെറ്റയുടെ പ്രൈസ് ആണ്. ഒരു വാഗണറിന്റെ പ്രൈസിനൊക്കെ ഉണ്ടാകും. വെറും 5,75,000 അല്ലേ. നമുക്ക് ലോൺ എത്ര വരെ? വണ്ടി ഒന്ന് ക്ലീൻ ആക്കാണ്ട് നമ്മൾ പോളിഷ് ചെയ്ത് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് കൊടുക്കാം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? മാക്സിമം ലോൺ കിട്ടും. മാക്സിമം ഫുൾ ലോൺ തന്നെ പാസ്സാവും. ഫുൾ ലോൺ തന്നെ പ്രത്യേകത ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മാക്സിമം ഫുൾ ലോൺ നല്ല ട്രാക്കിന് 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനം ഇറക്കാം. അതുകൂടാണ്ട് നമ്മൾ ഈ ഒരു മാസം 18-ാം തീയതി വരെ നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുന്ന വണ്ടികൾക്ക് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ ഓഫർ ചെയ്യുന്നുണ്ട്. 17,000 കിലോമീറ്റർ കേട്ടോ. ലോ കിലോമീറ്റർ ഡീസൽ IMT ആണ് വരുന്നത്. സോ മൈലേജും കംഫർട്ടും ഒക്കെ വരുന്ന സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു വാഹനം അല്ലേ. ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്, അണ്ടർ കമ്പനി വാറണ്ടി ഒക്കെ വരുന്ന വാഹനം അല്ലേ. യെസ്. അത് കിലോമീറ്റർ വരുന്നത് 9,000. ഒരു 9,000 കിലോമീറ്റർ ആണ്. 7 സീറ്റർ ആണ്. ഏറ്റവും ഹൈ എൻഡ് അല്ലേ. അപ്പോൾ പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു വാഹനം. അപ്പോൾ ലോ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓൺഷിപ്പ്. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് 6,25,000. ഓട്ടോമാറ്റിക് കൂടിയാണ്. ജസ്റ്റ് 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 9,000 കിലോമീറ്റർ മാത്രം. അതും നമുക്ക് ലോ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് അല്ലേ വരുന്നത്. സൺറൂഫ് അലോയ് പുഷ് ബട്ടൺ അങ്ങനെ ഒട്ടുമിക്ക ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. 34,000 കിലോമീറ്റർ ആണ് ഓടിയത്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് വന്നിട്ട് 12,50,000. 35,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. ഇന്റീരിയർ ഒക്കെ നല്ല കിടുവാണ്. റൂഫ് കാര്യങ്ങളൊക്കെ പക്കാ നീറ്റ്. സൺറൂഫ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഇൻക്ലൂഡഡ് ആണ്. ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റിന് ടച്ച് സ്ക്രീന്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്. 23,000 കിലോമീറ്റർ ഓടിയത്. ലോ കിലോമീറ്റർ ആണ്. നമുക്ക് അത് ഓട്ടോമാറ്റിക് ആണ്. സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്നുണ്ട് അല്ലേ. 7 DCT വരുന്നത്. ഓക്കെ, അതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ. യെസ്. അതും നമുക്ക് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് അല്ലേ വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ. 10 ലക്ഷം ബഡ്ജറ്റിൽ നമുക്കൊരു SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. സോണറ്റിന്റെ ഒക്കെ പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം അല്ലെ. ഒരു വെന്യൂവിന്റെ ഒക്കെ പ്രൈസിന് നമുക്ക് ഇതിന് വരുന്നുള്ളൂ. IMT ആണ് വരുന്നത്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 1.5 രൂപ. ഓൾമോസ്റ്റ് എല്ലാ വണ്ടി ഒരു 1.5 വരെ ഇറക്കാം. രണ്ട് വണ്ടി നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2 ക്രെറ്റ ഇറക്കാൻ പറ്റൂല. 40 സംതിങ് കിലോമീറ്റർ, അതും 10.5 ലക്ഷം ചോദിക്കുന്നുണ്ട്. നല്ല ട്രാക്കിന് 1 രൂപയ്ക്ക് വണ്ടി ഇറക്കാം അല്ലെ. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? ചോദിക്കുന്ന റേറ്റ് 9,75,000. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 1 lakh ഒക്കെ വണ്ടി ഇറക്കാം. ഡിയർ ഫ്രണ്ട്സ്, ക്വാളിറ്റി ലോ കിലോമീറ്റർ അതും വാറണ്ടിയിലുള്ള നല്ല കിടിലം വാഹനങ്ങളാണോ നോക്കുന്നത്? അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത്. ക്യാപ്സിലാണ്. സോ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ്ഡ് കാറാണെങ്കിലും ഫ്രഷ് കാർ പോലെ ക്വാളിറ്റി വാറണ്ടി ഒക്കെ അഷ്യൂർ ചെയ്യുന്ന ഒരു അടിപൊളി ഷോറൂമാണ്. സോ നമുക്ക് ലീഡിങ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം എല്ലാ SUVകളും സബോമീറ്റർ SUVകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ബ്ലാക്ക് ക്രെറ്റൻ്റെ ഒക്കെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. അതേപോലെ നമുക്ക് സെൽട്ടോസ്, സോണറ്റ്, ഈവൻ നമുക്ക് ജീപ്പ് കോമ്പസ്, MGയുടെ എക്ടറുകൾ, അങ്ങനെ അത്യാവശ്യം എല്ലാ നല്ല കോമ്പാക്ട് SUVകളുടെ നല്ലൊരു കിടലം കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ജഫ്നയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മീഞ്ചന്ത മിനി ബൈപ്പാസിലാണ്. തിരുവണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അഥവാ എന്തെങ്കിലും ലൊക്കേഷനിൽ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ലൊക്കേഷൻ കറക്റ്റ് വിട്ടുതരും. ഇനി അതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ക്യാബ്സ് കാർസ് എന്ന്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ തന്നെ. എന്താണ് സൗണ്ടിനൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ? റോട്ടിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല. യെസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വാറണ്ടി കാര്യങ്ങളൊക്കെയാണല്ലേ. ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ. നമ്മൾ വാറണ്ടി എന്ന് വെച്ചാൽ 1 year വാറണ്ടിയാണ് വരുന്നത്. അതായത് എഞ്ചിനും ഗിയർ ബോക്സിനും. അത് കൂടാണ്ട് ബൈബാക്ക് ഗ്യാരണ്ടിയും കൂടി വരുന്നുണ്ട്. നമ്മളെ വാഹനങ്ങൾക്ക്, അത് പാർക്ക് ആൻഡ് സെയിൽ അല്ലാത്ത ക്യാബ്സിൻ്റെ വാഹനങ്ങൾക്ക് നമ്മൾ 20% ഡിപ്രിസിയേഷനിൽ 1 yearനുള്ളിൽ തിരിച്ചെടുക്കുന്നതാണ്. അതുകൂടാണ്ട് നമ്മൾ ഈ ഒരു മാസം 18-ാം തീയതി വരെ നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുന്ന വണ്ടികൾക്ക് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മാസം 18-നുള്ളിൽ ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് അഡീഷണൽ ഓഫർ ആയിട്ട് ഫുൾ ടാങ്ക് ഫ്യൂല് നമുക്ക് ഏത് വാഹനം എടുക്കണമെങ്കിലും നമുക്ക് ഇതിന് ഓഫർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ക്രെറ്റ, സെൽട്ടോസ് ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു മാനുവലും IMTയിലും ഡീസലിലും പെട്രോളൊക്കെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വാഹനങ്ങളും അത്യാവശ്യം ചെറിയ ചെറിയ വാഹനങ്ങളും ഉണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു വൈറ്റില്, അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ന്യൂ എംബ്ലം കാര്യങ്ങളൊക്കെ വരുന്ന ഫാൻസി നമ്പർ അടക്കം വരുന്ന ഒരു സെൽട്ടോസ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 മോഡലാണ്. പെട്രോൾ IMT ആണ്. സിംഗിൾ ഓണർഷിപ്പ്, HTK+ ആണ്. മിഡിൽ ഓപ്ഷനിലാണെങ്കിലും സൺറൂഫ് അലോയ് പുഷ് ബട്ടൺ അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. 34,000 കിലോമീറ്റർ ആണ് ഓടിയത്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് വന്നിട്ട് 12,50,000. 12,50. ഫുള്ള് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ അല്ലേ? കറക്റ്റ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. മേജറായ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ നല്ല കിടുവാണ്. റൂഫ് കാര്യങ്ങളൊക്കെ പക്കാ നീറ്റ്. സൺറൂഫ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഇൻക്ലൂഡഡ് ആണ്.
ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റിന് ടച്ച് സ്ക്രീന്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് മിറേഴ്സ്, അതും IMT ആണ്. സോ നമുക്ക് ഗിയർ ഉണ്ടാവും, നമുക്ക് ക്ലച്ച് ഇല്ലാതെ മാനുവലി ലേഡീസിന് വരെ കംഫർട്ടായിട്ട് കൊണ്ടെടുക്കാം. നമ്മൾ ലാസ്റ്റ് എത്രയാണ് ചോദിക്കുന്നത് ഇതിന്? നമ്മൾ 12.5 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. നമുക്ക് ജെന്യൂൻ കസ്റ്റമർ കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഏകദേശം നമുക്ക് ലോൺ എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 85% ലോൺ എടുക്കും. ഒരു 1.5 ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? നമുക്ക് അത്യാവശ്യം നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 1 lakh ഒക്കെ മതിയാവും. യെസ്. അപ്പോൾ അടുത്ത് നമുക്ക് അതിന് നേരെ ഒരു അനിയൻ വണ്ടിയാണ്, അതും ഏറ്റവും ടോപ്പ് എൻഡിൽ ഫുൾ ബ്ലാക്കിൽ GT ലൈനിൽ വരുന്ന ഒരു കിഡ്ലം സോണറ്റ്. അപ്പോൾ നമുക്ക് KL47 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ. എങ്ങനെയായിരുന്നു ഇതിൻ്റെ മോഡലൊക്കെ വരുന്നത്? ഇത് 2023 മോഡൽ GTX പ്ലസ് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, 23,000 കിലോമീറ്റർ ഓടിയത്. ലോ കിലോമീറ്റർ ആണ്, നമുക്ക് അത് ഓട്ടോമാറ്റിക് ആണ്, സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്നുണ്ട് അല്ലേ? 7 DCT ആണ് വരുന്നത്. ഓക്കെ, അതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ? അതെ. യെസ്. അതും നമുക്ക് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓൺഷിപ്പ് അല്ലേ വരുന്നത്? സിംഗിൾ ഓൺഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 13,35,000. 13,35. പ്രശ്നം ഏകദേശം 18-ന് മുകളിൽ വരുന്ന വണ്ടിയാണ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ലോ കിലോമീറ്റർ നമുക്ക് ഏകദേശം 5-6 ലക്ഷത്തിന്റെ ഡിഫറൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിലുണ്ട്. ഏകദേശം എത്ര രൂപ ട്രാക്ക് ഒക്കെ ഉള്ളവരെ സമയത്ത് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? മാക്സിമം ഒരു 1 lakh ഒക്കെ ഇറക്കാൻ പറ്റും, അത്യാവശ്യം നല്ല ട്രാക്ക് ആണെങ്കിൽ മാത്രം. ഓക്കെ. ഇത് നമുക്ക് ഇനി ഒരു ചെറുവാഹനം ഇല്ല എന്നുള്ള സങ്കടം വേണ്ട, അതും സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഏറ്റവും ഫുൾ ലോഡിൽ ഡാർക്ക് എഡിഷൻ. ഫുൾ ലോഡാണോ വരുന്നത്? ഏറ്റവും ഫുൾ ലോഡ് ഡാർക്ക് എഡിഷനിൽ ഒരു ഓൾട്രോസ് ആണ്. KL79 ആണ് നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്പർ ഒരു സീരീസ് ആണ് അല്ലേ? KL79 78 77 ഒരു ഡിസെൻഡിങ് ഓർഡറിൽ വരുന്ന ഒരു നമ്പറൊക്കെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2023 മോഡലാണ്, XZ A+ ഓട്ടോമാറ്റിക്കിലാണ്. ഓട്ടോമാറ്റിക് കൂടിയാണ്. ജസ്റ്റ് 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 9,000 കിലോമീറ്റർ മാത്രം. അതും നമുക്ക് ലോ കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ് അല്ലേ വരുന്നത്? സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഡാർക്ക് എഡിഷനിലെ ഏറ്റവും ടോപ്പ് എൻഡ്. എത്രയായിരുന്നു ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 8,65,000. 8,65 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതിന് 1 lakh ഒക്കെ ഉണ്ടാൽ മതി. 1 lakh ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. അത് പക്കാ ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല. ഇത് നമുക്കൊരു ജീപ്പ് കോമ്പസ് ആണ്, US ബ്രാൻഡ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2018 മോഡൽ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, 35,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. പിന്നെ ലിമിറ്റഡ് ആണ് ഓപ്ഷൻ വരുന്നത്, അതായത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് അല്ലേ? സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബോഡി ക്വാളിറ്റി തന്നെയാണ് അല്ലേ? അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്നു. അതും നമുക്കൊരു US ബ്രാൻഡിൽ വരുന്ന ഒരു വാഹനമാണ്. ചോദിക്കുന്നത് എത്രയായിരുന്നു? 10,90,000. 10,90. ഒരു 10 ലക്ഷം ബഡ്ജറ്റിൽ നമുക്കൊരു SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷന്. അതും വെറും 35,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഇതിനൊരു 1.5 ലക്ഷം രൂപ എന്തായാലും കാണേണ്ടി വരും. 1.5 ലക്ഷം രൂപയിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? ഇത് നമുക്ക് 2 ബ്ലാക്ക് ക്രച്ചകൾ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ IMT ഗിയർ ബോക്സിൽ വരുന്ന ഒരു ഫുൾ ബ്ലാക്ക് വാഹനം, KL31 ആണ് രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2022 മോഡൽ, S വേരിയന്റിൽ പെട്രോൾ IMT ആണ്, സിംഗിൾ ഓണർഷിപ്പ്, 27,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വന്നിട്ട് 12,75,000 ആണ്. ബെസ്റ്റ് പ്രൈസ് ആണ്. അത് നമുക്ക് ലോ കിലോമീറ്റർ ആണ് വരുന്നത്. S ആണ് ഓപ്ഷൻ വരുന്നത്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്, വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിളാണ്, ലോ കിലോമീറ്ററും ആണ്. ചോദിക്കുന്നത് നമുക്ക് ഒരു സോണറ്റിൻ്റെ ഒക്കെ പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം അല്ലേ? ഒരു വെന്യൂവിൻ്റെ ഒക്കെ പ്രൈസിന് നമുക്ക് ഇതിന് വരുന്നുള്ളൂ. IMT ആണ് വരുന്നത്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 1.5 രൂപ. ഓൾമോസ്റ്റ് എല്ലാ വണ്ടി ഒരു 1.5 വരെ ഇറക്കാം. 2 വണ്ടി നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2 ക്രെറ്റ ഇറക്കാൻ പറ്റൂല. അടുത്ത് നമുക്ക് മാനുവൽ ആണ് വരുന്നത് അല്ലേ? ഇത് വന്നിട്ട് സെയിം വേരിയന്റ് തന്നെ, S വേരിയന്റിൽ 2020 വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ്, 43,000 കിലോമീറ്റർ ഓടിയത്. റേറ്റ് വന്നിട്ട് 10,90,000 രൂപ. 10,90 അല്ലേ? ഒരു ബെസ്റ്റ് പ്രൈസിന് ഒരു ക്രെറ്റ കൊണ്ടുപോകാന്നുള്ളതാണ്. ഒരു ഏകദേശം നമുക്ക് ഒരു 1.5 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ നമ്മൾ നോക്കുമ്പോൾ ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 40 സംതിങ് കിലോമീറ്റർ. അതും 10.5 ലക്ഷം ചോദിക്കുന്നുണ്ട്. നല്ല ട്രാക്കിന് 1 രൂപയ്ക്ക് വണ്ടി ഇറക്കാം അല്ലേ? ഇത് നമുക്ക് ഒരു മഹീന്ദ്ര താർ, അതും നമുക്ക് ഫുൾ ബ്ലാക്കിലാണ്, ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വരുന്നത്. ഇത് മാനുവൽ ആണ്, ഓട്ടോമാറ്റിക് ആണ് വരുന്നത്? ഓട്ടോമാറ്റിക് ആണ്, 4x4 ഓട്ടോമാറ്റിക് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2021 മോഡലാണ്, ഏറ്റവും ടോപ്പ് എൻഡ് LX ഹാർഡ് ടോപ്പ്, 4x4 ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന വെച്ചാൽ 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ഒരു 9,000 കിലോമീറ്റർ അല്ലേ? പക്ക ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു വാഹനം, 4x4 ഓട്ടോമാറ്റിക്കില്, ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ? എത്ര ഇതിന് ചോദിക്കുന്നത്?
നമ്മൾ ചോദിക്കുന്ന റേറ്റ് 13,75,000. 13,75. ഇത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വെറും 9,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, അത് നമുക്ക് 4x4 ഓട്ടോമാറ്റിക്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 2 lakhിന് അടുത്തുണ്ടെങ്കിലൊക്കെ നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാൻ പറ്റൂല. ഇത് നമുക്കൊരു കിഡ്ലൻ 7 സീറ്റർ ആണ്, പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഹുണ്ടായി അൽക്കസാർ. അതും ഏറ്റവും പ്രീമിയം ലെവലിൽ വരുന്ന ഒരു 7 സീറ്റർ ആണ് അൽക്കസാർ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2024 മോഡല്, പ്രസ്റ്റീജ് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. അണ്ടർ കമ്പനി വാറണ്ടി ഒക്കെ വരുന്ന വാഹനം അല്ലേ? യെസ്. അത് കിലോമീറ്റർ വരുന്നത് 9,000. ഒരു 9,000 കിലോമീറ്റർ ആണ്. 7 സീറ്റർ ആണ്, ഏറ്റവും ഹൈ എൻഡ് അല്ലേ? അപ്പോൾ പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു വാഹനം. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് ഓൺ റോഡ് പ്രൈസ് 21 ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ട്. നമ്മൾ ക്യാപ്സ് ചോദിക്കുന്ന റേറ്റ് 15,90,000. ഏകദേശം നമുക്ക് ഈ 9,000 രൂപയ്ക്ക് ഏകദേശം 6 ലക്ഷം രൂപ നമുക്ക് കുറഞ്ഞു കിട്ടും. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് നല്ല ട്രാക്കിന് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റൂല. ദെൻ വീണ്ടും നമുക്കൊരു സെൽട്ടോസ് ആണ്. നേരത്തെ വൈറ്റ് ആയിരുന്നെങ്കിൽ ഇത് റെഡ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2023 HTK പ്ലസ് IMT തന്നെ, ഡീസൽ IMT ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 17,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 17,000 കിലോമീറ്റർ കേട്ടോ. ലോ കിലോമീറ്റർ ഡീസൽ IMT ആണ് വരുന്നത്. സോ മൈലേജും കംഫർട്ടൊക്കെ വരുന്ന, സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു വാഹനം അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. എത്ര ചോദിക്കുന്നത്? വെറും 15,25,000 രൂപ. 1.5 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. നമ്മൾ വീണ്ടും ഒരു സെൽട്ടോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വൈറ്റ് വന്നു, റെഡ് വന്നു, അടുത്ത് ഇനി ഫുൾ ബ്ലാക്കിൽ GT ലൈൻ അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 മോഡല്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ടോപ്പ് ആൻഡ് GTX പ്ലസ്, സിംഗിൾ ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, പക്ക സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ. നമുക്ക് സീറ്റ് വെന്റിലേഷന്, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ് വരുന്നത്. കിലോമീറ്റർ പറഞ്ഞ എങ്ങനെയായിരുന്നു? 50,000. വെറും 50,000 കിലോമീറ്റർ, അതും ഡീസൽ ഓട്ടോമാറ്റിക്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 17,60,000. 17,60,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 2 lakh, 1.5 to 2 lakh ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. ഇത് നമുക്ക് നല്ല സ്പേഷ്യസും പ്ലസ് കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന MGയുടെ ഏറ്റവും ലാസ്റ്റ് ജെൻ അല്ലേ? ലാസ്റ്റ് ജനറേഷൻ ആണ്. അത്യാവശ്യം നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കിഡ SUV ആണ്. അത് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2022 മോഡല്, ഷാർപ്പാണ് ഓപ്ഷൻ വരുന്നത്. CVT ആണ്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. കിലോമീറ്റർ ഒക്കെ വരുന്നത്? ഇത് 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 33,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ, അതും നമുക്ക് CVT ഓട്ടോമാറ്റിക്കല് ലോ കിലോമീറ്റർ ഓടിയ ഒരു വാഹനം അല്ലേ? എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 14,80,000. 14,80 അല്ലേ? 50 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് മാക്സിമം ഫുൾ ലോൺ തന്നെ പാസ്സാവും. ഫുൾ ലോൺ തന്നെ പ്രത്യേകത ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് മാക്സിമം ഫുൾ ലോൺ, നല്ല ട്രാക്കിന് 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വാഹനം ഇറക്കാം. ദെൻ വീണ്ടും നമ്മൾ ബ്ലാക്ക് ക്രച്ച് തന്നെയാണ്, അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന കിഡ്ലം വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 മോഡലാണ്. SX ഓപ്ഷണൽ, ഏറ്റവും ടോപ്പ് എൻഡ് DCT ഗിയർ ബോക്സ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 24,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്, വെറും 24,000 കിലോമീറ്റർ അല്ലേ? ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? വാറണ്ടി വരുന്നുണ്ട്, കമ്പനി വാറണ്ടി. ഓക്കെ. അപ്പോൾ അണ്ടർ കമ്പനി വാറണ്ടിയുള്ള വാഹനമാണ്, ലോ കിലോമീറ്റർ ആണ്. ഇന്ത്യയിലൊക്കെ നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം, ഏറ്റവും ടോപ്പ് എൻഡിൽ, അതും DCT ഓട്ടോമാറ്റിക് അല്ലേ? എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ വാഹനം? ചോദിക്കുന്ന റേറ്റ് 16,50,000. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഒരു 2 lakh ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? ഇത് വീണ്ടും ഒരു 7 സീറ്റർ ആണ്. കിയയുടെ കാരൻസ്, അത് അടിപൊളി കളറാണ്, റെയർ കളറാണ് വരുന്നത് അല്ലേ? എറണാകുളം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2023 മോഡൽ, പ്രസ്റ്റീജ് പ്ലസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 34,000 കിലോമീറ്റർ. പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓൺഷിപ്പ് വാഹനം അല്ലേ? ഹിസ്റ്ററിയൊക്കെ അവൈലബിൾ അല്ലേ? അവൈലബിൾ ആണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 15,25,000. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? നമുക്കൊരു 2 lakh ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ വണ്ടി ഇറക്കാം. ഇതിന് അടുത്ത ഒരു കിഡ്ലം സബോമീറ്റർ SUV ആണ്. അത് നമുക്ക് ടർബോ വരുന്ന, ഏറ്റവും ടോപ്പ് എൻഡ് ആണോ വരുന്നത്? ഏറ്റവും ടോപ്പ് എൻഡിൽ വെന്യൂ, അത് നമുക്ക് ടയേഴ്സ് ഒക്കെ അത്യാവശ്യം 95% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന, ഇന്റീരിയറൊക്കെ പക്ക നീറ്റ് ആയിട്ടുള്ള വൈറ്റിലൊരു ടർബോ ന്യൂജൻ വെന്യൂ അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 മോഡൽ SX ഓപ്ഷണല്, സിംഗിൾ ഓണർഷിപ്പ്, പെട്രോൾ IMT വരുന്നതാ. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല.
എത്ര ചോദിക്കുന്നത് നമ്മളതിന്? ചോദിക്കുന്ന റേറ്റ് 9,75,000. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 1 lakh ഒക്കെ ഉണ്ട് വണ്ടി ഇറക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്തൊരു സെൽറ്റോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വൈറ്റ് 2 വരുന്നുണ്ട് അല്ലേ? ഇത് നമുക്ക് സൺറൂഫ് ഒക്കെ വരുന്ന സെയിം സാധനം തന്നെ, സെയിം സാധനം. പക്ഷെ ഇത് നമ്മൾ ഇവിടെ കാലിക്കറ്റ് വണ്ടി KL11 വണ്ടിയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2022 മോഡൽ തന്നെ HTK പ്ലസ് IMT ആണ്, സിംഗിൾ ഓണർഷിപ്പ്. ഏറ്റവും ലോ കിലോമീറ്റർ 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ ആണ് വാഹനം വരുന്നത്. വെറും 11,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ഇല്ല. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. 22 മോഡൽ വണ്ടി. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് ചോദിക്കുന്ന റേറ്റ് 12,75,000. 12,75,000. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 1-2 വണ്ടി ഇറക്കാം, സുഖമായിട്ട് ഇറക്കാം അല്ലേ? അത് ചെറിയൊരു ബഡ്ജറ്റിൽ സബോമീറ്റർ SUV നോക്കുന്നവർക്ക് റെനോയുടെ ഒരു കൈഗറാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2022 മോഡലാണ്. RXT ഓപ്ഷണലാണ്. സിംഗിൾ ഓണർഷിപ്പ്. അതേപോലെ തന്നെ 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. AMT ഗിയർ ബോക്സ് ആയിരുന്നത്. ഓട്ടോമാറ്റിക് ആണ് AMT. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാനുവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. അപ്പോൾ ലോ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓണർഷിപ്പ്. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് 6,25,000. 6,25,000. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാം? 1 lakh ഒക്കെ ഉണ്ട് മതിയോ? ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സബോമീറ്റർ. ചെറിയൊരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ലൊരു ഓട്ടോമാറ്റിക് കാർ സ്വന്തമാക്കാം. ഇത് നമുക്ക് സ്കോഡയുടെ ഒരു കുഷാക്കാണ്. അതും ബ്ലഡ് റെഡിൽ വരുന്ന KL1 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 2021 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. ആംബിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. 30-something കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയുള്ള കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ചോദിക്കുന്ന റേറ്റ് 11,75,000. ഒരു 1 ലക്ഷം രൂപയ്ക്ക് വണ്ടി ഇറക്കാം അല്ലേ? അതെ. ഇത് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡിൽ ഡാർക്ക് എഡിഷനിലൊരു നെക്സോണ് സൺറൂഫ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഫുൾ ബ്ലാക്ക് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 മോഡൽ XZ പ്ലസ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് 39,000 കിലോമീറ്റർ ഓടിയ ഡാർക്ക് എഡിഷൻ. എത്ര ചോദിക്കുന്നത്? ചോദിക്കുന്ന റേറ്റ് 8,75,000. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഏകദേശം ഒരു 1 lakh ഒക്കെ ഉണ്ട് നമുക്ക് ഇറക്കാം. വീണ്ടും നമുക്കൊരു വെന്യൂ ആണ്. നേരത്തെ ഒരു ടർബോ പരിചയപ്പെട്ടിരുന്നു. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് ഓട്ടോമാറ്റിക് ആണ്. 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പാണ്. 38,000 കിലോമീറ്റർ. SX പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 9,75,000. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 1 lakh ഉണ്ടെങ്കിൽ തന്നെ ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇത് നേരത്തെ നമ്മൾ MG പരിചയപ്പെട്ട ഒരു ഫുൾ ബ്ലാക്കിലൊരു വണ്ടി അല്ലേ? നമ്മൾ പെട്രോൾ ഓട്ടോമാറ്റിക് പരിചയപ്പെട്ടത്. ഡീസൽ മാനുവൽ ആണ്. 2021 മോഡലാണ്. വടകര രജിസ്ട്രേഷൻ ആണ്. ഫാൻസി നമ്പറൊക്കെ വരുന്നുണ്ട്. ഷാപ്പന്നല്ലേ വരുന്നത്? ഷാപ്പ്. ഡീസലില് മാനുവലില് ഏറ്റവും ടോപ്പ് എൻ്റെ വണ്ടി അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 85,000. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 12,75,000. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതും ഫുൾ ഓൺ തന്നെ പാസ്സാവും നമുക്ക്. വീണ്ടും ഒരു ഫുൾ ബ്ലാക്കില് പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു ബ്ലാക്ക് ക്രച്ച. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2020 മോഡൽ SX മാനുവൽ ആണ്. 40-something കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്ന ഈ വാഹനം? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 12,25,000. 12,25,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 1 lakh 1.5 വണ്ടി ഇറക്കാൻ പറ്റും. ഇത് നമുക്കൊരു ഫസ്റ്റ് ജെൻ ക്രെറ്റ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016 മോഡൽ S ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. 1 ലക്ഷത്തി പെട്രോൾ. 1,15,000 ഓടിയിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദിക്കുന്നതിന്? ഇത് 5,75,000. 5,75,000 ഒരു ക്രെറ്റയുടെ പ്രൈസ് ആണ്. ഒരു വാഗണറിന്റെ പ്രൈസിനൊക്കെ ഉണ്ടാകും. വെറും 5,75,000 അല്ലേ? നമുക്ക് ലോൺ എത്ര വരെ? വണ്ടി ഒന്ന് ക്ലീൻ ആക്കാണ്ട് നമ്മൾ പോളിഷ് ചെയ്ത് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് കൊടുക്കാം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? മാക്സിമം ലോൺ കിട്ടും. മാക്സിമം ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു ക്രിസ്റ്റയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 മോഡൽ G4 ഓട്ടോമാറ്റിക് ആണ്. 90-something ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. അതേപോലെ തന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? അതെ. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 17,75,000. ലോൺ ഏകദേശം നമുക്ക് ഒരു 2 lakh ഒക്കെ ഇറക്കാൻ പറ്റും. 2-3 സുഖമായിട്ട് വണ്ടി. അടുത്ത വീണ്ടും നമുക്കൊരു ഫുൾ ബ്ലാക്കിൽ വരുന്നൊരു സെൽറ്റോസ് ആണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2020 മോഡലാണ്. HTX IVT പെട്രോൾ ഓട്ടോമാറ്റിക്. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. 57,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് വരുന്നത് 13,45,000.
ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 1.5 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത വീണ്ടും നമ്മളൊരു MG എക്ട്ര ആണ്. നേരത്തെ ഒരു ബ്ലാക്ക്, അതേപോലെ തന്നെ നമുക്കൊരു കോഫി ബ്രൗൺ പരിചയപ്പെടുന്നത്. നമുക്കൊരു വൈറ്റിലാണ് വരുന്നത്. കൊല്ലം രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2019 മോഡലാണ്. 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് വെറും 11,65,000 രൂപ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഫുൾ ഓൺ ആയിട്ട് തന്നെ ഇറക്കാൻ പറ്റും. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇത്. നമുക്കൊരു ടാറ്റ ഹാരിയർ, അത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. ഡീസലല്ല വരുന്നത്? ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക്. അതിനായിരുന്നു ഡീറ്റെയിൽസ്. ഇത് 2022 മോഡലാണ്. XTA എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 30 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത് ഇതിന്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 17,80,000. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ക്യാപ്സിലായിരുന്നു. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മീഞ്ചന്ത ബൈപ്പാസിലാണ്. ഇനി ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നമുക്ക് ക്യാപ്സ് കാർസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ജഫ്ന സൈനിങ് ഓഫ്.